ആറ്റിങ്ങൽ ആലങ്കോട് ഗവൺമെന്റ് VHSSൽ കഴിഞ്ഞ ദിവസം സീനിയർ വിദ്യാർത്ഥികളും പ്ലസ് 1-ന് പുതിയതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായി. പുതിയതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളോട് സീനിയർ വിദ്യാർത്ഥികൾ ഓരോരുത്തരുടെയും പേരുകൾ ചോദിക്കുകയുണ്ടായി. തുടക്കക്കാർ അവരുടെ പേരുകൾ പറഞ്ഞെങ്കിലും സീനിയർ വിദ്യാർത്ഥികൾ വീണ്ടും പേരുകൾ പറയാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ പേര് പറഞ്ഞപ്പോൾ ശബ്ദം കുറഞ്ഞുപോയി എന്ന പേരിൽ ആദ്യം ഉന്തും തള്ളുമുണ്ടാവുകയും തുടർന്ന് അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഇൻഷുറൻസ് ഉണ്ട്. ഒരു PTA-യിലുള്ള അംഗങ്ങൾ അധ്യാപകരുടെ വണ്ടികൾ കൊണ്ടിടുന്ന ഗ്രൗണ്ട് ഉണ്ട്. നിങ്ങൾ വീട്ടിലെ ഈ വണ്ടി വന്ന ഉടനെ ഒരു കുട്ടി എടുത്ത് ചാടി ഇടിച്ചാൽ തരുമ്പോൾ സമാനം പറയും. അപ്പോഴേ വാഹനങ്ങള് ഡാമേജ് ഉണ്ടായെങ്കിൽ അതിന് നിയമപരമായിട്ട് ഇപ്പോൾ തന്നെ കണ്ണ് പോയതിന് നിയമമില്ല. വണ്ടി പോയത് അധ്യാപകം വന്നിട്ടില്ല, വണ്ടി വന്നിട്ട് വണ്ടി പണിയാൻ പോയത് നിയമപരമായിട്ട് ഇവിടെ 5 ബ്രേക്കിൻ്റെ സമയത്ത് 2ാം വർഷം വിദ്യാർത്ഥികളും 1ാം വർഷം വിദ്യാർത്ഥികളുടെ ഇടയിൽ ഒരു സംഘർഷം ഉണ്ടായി. പക്ഷെ ഒരു 1:25-30 ഇടയ്ക്ക് ഒരു 2-3 മിനിറ്റ് നീളുന്ന സംഘർഷമായിരുന്നു. പക്ഷെ അത് കുട്ടികളുടെ പേര് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് തുടങ്ങിയ സംഘർഷം അത് ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം മാത്രമല്ല, നമ്മളത് നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്ത് അതിൽ 1-2 കുട്ടികൾക്ക് മുറിവേറ്റിട്ടുണ്ട്. അപ്പം മുഴുവൻ രക്ഷകർത്താക്കളെയൊക്കെ വിളിച്ചു വരുത്തുകയും സ്കൂൾ അച്ചടക്ക സമിതി കൂടുകയും PTA കമ്മിറ്റിയും എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒക്കെ കൂടി അന്ന് തന്നെ നടപടികൾ എടുത്തിട്ടുണ്ട്. 7 കുട്ടികളെ ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള 2ാം വർഷം റാഗിംഗ് എന്ന വകുപ്പിൽ പരാതി കിട്ടിയതുകൊണ്ട് 2ാം വർഷ വിദ്യാർത്ഥികളെ 7 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് മെനിങ്ങാനാണ് അഡ്മിഷൻ കിട്ടിയത്. പ്ലസ് 1 VHS അഡ്മിഷൻ കിട്ടിയിട്ട് ഇന്നലെ ആദ്യത്തെ ദിവസം വന്നിട്ട് ഉച്ചയ്ക്കത്തെ ഇന്റർവ്യൂലായപ്പം സീനിയേഴ്സൊക്കെ വന്നിട്ട് പേരെന്തേറാന്ന് ചോദിച്ച് ഉറക്കെ പാടാന്ന് പറഞ്ഞിട്ട് നിനക്ക് നാക്കില്ലെന്നൊക്കെ ചോദിച്ചിട്ട് തള്ളി. അങ്ങനെ ടീച്ചർമാരന്ന് പിടിച്ചതിൻ്റെ അടുത്ത് ഇവർ ഇടിച്ച് കുറേ പേര്. അപ്പം പ്ലസ് 2-ലെ കുറച്ചും കൂടെ പേര് വന്നിട്ട് ഒരു 10-15 പേര് വന്നിട്ട് ഇടിച്ച് എല്ലാവരും കൂടെ കൂട്ടത്തോടെ നമ്മളിട്ട് ഇടിച്ച് തറയിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. അങ്ങനെ പല്ലൊക്കെ പോയി. എൻ്റെ കണ്ണിൽ ഇടിയുണ്ട്. തറയിട്ട് വയറ്റിലൊക്കെ കുറേ ചവിട്ടി. ഇവരെമാരെയും ചവിട്ടി. അങ്ങനെ ടീച്ചർമാരെ വന്ന് പിടിച്ച് മാറ്റി എല്ലാവരും ഓഫീസിൽ കൊണ്ടുപോയിട്ട് വീട്ടുകാരെയൊക്കെ വിളിപ്പിച്ച് അങ്ങനെ എല്ലാവർക്കും സസ്പെൻഷൻ കൊടുത്തു തോന്നുന്നു. കമ്പക്കെട്ടൊക്കെ അടിച്ച് ഇടിവെള്ളമൊക്കെ ഇട്ടിടിച്ചായിരുന്നു. കുറേ തലകേട്ട് കുറേ ഇടിയിട്ട് തലയുടെ പുറകിൽ കുറേ ഇടിയിട്ട് താഴെ വീണപ്പോഴത്തേക്കും താഴെ ഇട്ട് കുറേ ഇടിച്ച് ചവിട്ടൊക്കെ ചെയ്തായിരുന്നു. ശരിക്കും അടിച്ച് 10-20 അകത്ത് ആൾക്കാരുണ്ട്. അവർ 2 ക്ലാസ് ഉണ്ടായിരുന്നു. ഈ കൈയിട്ട് ഇടികളൊക്കെ ഇട്ടിടിച്ച് ചുമ്മാ ഇരുന്ന് എൻ്റെ എവിടെ ഇട്ടിടിച്ച് തലയ്ക്ക് കൈ നിവർത്തിട്ടിട്ട് തലയുടെ അവിടെ ഇട്ടിടിച്ച് എൻ്റെ മുഖത്ത് ഔട്ടി. പിന്നെ എന്തിന് ഇവനെ കണ്ണിലവിടെ ഇട്ടിടിച്ചു കൊടുത്ത് പിന്നെ അവൻ ബോധം കിട്ട് വീണ്.